ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ നോക്കുന്നവരും ഗ്ലൂട്ടൺ അലർജി ഒക്കെ ഉള്ളവർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. റോൾഡ് ഓട്സോ ഇൻസ്റ്റൻറ്റ് ഓട്സോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഒരു 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഈ ഓട്സ് റോസ്റ്റായി വരുമ്പോൾ അന്നേരം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് വേറൊരു പാൻ വെച്ചെടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 5 കാഷ്യൂനട്ട് 2ആയിട്ട് പിളർന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കപ്പലണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കാഷ്യൂനട്ടൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒരു 10-20 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ടും കപ്പലണ്ടിയൊക്കെ ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിൻ്റെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒത്തിരി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സവാള വാടി വന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തതാണ്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതുണ്ട്. അതിനുശേഷം 1/2 കപ്പ് ബീൻസ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 7-8 ബീൻസ് അരിഞ്ഞതുണ്ട്. അപ്പോൾ ബീൻസും ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി കിട്ടും പകുതി. അപ്പം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ക്യാബേജോ ബ്രോക്കോളിയോ ഗ്രീൻ പീസോ ഒക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് ഓട്സ് ചേർക്കേണ്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഓട്സ് അങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ ഓട്സ് ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഓട്സ് ചേർത്ത് ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഓട്സിലേക്ക് പിടിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെക്കുക. ഇത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഇതിനകത്തിലേക്ക് ചേർത്ത വെജിറ്റബിളൊക്കെ പകുതി കുക്കായതാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഓട്സും കൂടെ ചേർത്ത് കുക്ക് ചെയ്യുമ്പം നന്നായിട്ട് വെജിറ്റബിളും കൂടെ കുക്കായി വരും. ഇപ്പോൾ മൊത്തം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓട്സൊക്കെ നന്നായിട്ട് വെജിറ്റബിളും ഓട്സും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിൽ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരും. ഇനി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയും കൂടെ ചേർക്കുമ്പം ഈ ഓട്സ് ഉപ്പുമാവിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്.
1/2 കപ്പ് തേങ്ങ തിരുമ്മിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതുപോലെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ ഞാൻ സാധാരണ മല്ലിയില ഈ ഓട്സ് ഉപ്പുമാവിൽ ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് 2 മിനിറ്റ് അടച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഓട്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തിലേക്ക് കാഷ്യൂനട്ടും കപ്പലണ്ടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും കുഴഞ്ഞു പോവാതെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവാണ്. അപ്പം വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഓട്സ് ഉപ്പുമാവ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ശരണീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്